പിറ്റേന്ന് രാവിലെ RCCയിൽ മാധവിയെയും കൊണ്ട് ആദർശ് വരുമ്പോൾ ആദിയുടെ കോൾ അവനെ തേടിയെത്തിയിരുന്നു. ഇന്നല്ലടാ അമ്മയുടെ ചെക്കപ്പ്, നീ ഇങ്ങ് വന്നാൽ മതി, ഞാനിവിടെ ഉണ്ട്. ഞങ്ങൾ എത്തിയേട്ടാ, റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് കാത്തു കിടക്കട്ട. ആദി മൂളിക്കൊണ്ട് അവിടെ തന്നെ അവരെ കാത്തു നിന്നു. പതിവില്ലാതെ ആദി അവിടെ നിൽക്കുന്നത് കണ്ട് മാധവി അതിശയത്തോടെ നോക്കി. മോനെ, നീ എപ്പോൾ വന്നു? അവശതയിലും ആദിയെ കണ്ട് മാധവിയുടെ കണ്ണുകൾ തിളങ്ങിയിരുന്നു. ഞാൻ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. വേണ്ടപ്പെട്ട ഒരാൾ ICUവിലാണ്. ആരാ മോനെ? അനുവിനെന്തെങ്കിലും? അനുവിന് കുഴപ്പമൊന്നുമില്ല, ഇത് വേറൊരാളാണ്. ഇപ്പോൾ ഡോക്ടറിനെ കാണിക്കാം, അമ്മ വാ. മാധവിയുടെ കൈ പിടിച്ച് ആദ്യം നടന്നപ്പോൾ ആദർശും മാധവിയും അതിശയത്തോടെ നോക്കി. മാധവിക്ക് ചായ വാങ്ങി കൊടുത്തിട്ട് ആദ്യ പുറത്തേക്കിറങ്ങി നിന്നപ്പോൾ അവന് ചായ വേണമെന്ന് ചോദിക്കാൻ ആദർശ് അവൻ്റെ പിന്നാലെ വന്നു. ഏട്ടന് ചായ വേണോ? വേണ്ട, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അവൾ കണ്ണു തുറന്നാലേ എനിക്ക് എന്തെങ്കിലും ഇറങ്ങൂ. ആദർശിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവളോ? ആരാ ഏട്ടാ? ഏട്ടത്തി അല്ലെങ്കിൽ ഏട്ടന് പ്രിയപ്പെട്ടത്? ആദർശ് പറയാൻ വന്നത് നിർത്തി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഏട്ടാ, വിച്ചു ആണോ? പറയേ. ആദി തല കുലുക്കി. എന്താ പറ്റി അവൾക്ക്? ആദർശിൻ്റെ കണ്ണുകൾ പിടയുന്നതും അവൻ്റെ മുഖത്തു നിറയുന്ന വെപ്രാളവും ആദി ശ്രദ്ധിച്ചിരുന്നു. പാമ്പ് കൊത്തിയതാ, ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല, ബോധം തെളിഞ്ഞിട്ടുമില്ല. പുറത്ത് ഒരുത്തൻ പാതി തളർന്നിരിപ്പുണ്ട്. മറുവശത്ത് ജീവൻ നഷ്ടപ്പെട്ടതുപോലെ നിലവിട്ടിരിക്കുന്ന കൂടപ്പിറപ്പും. ആദി കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആദർശ് പകപ്പോടെ കേട്ടിരുന്നു പോയി. എനിക്കത് കാണാൻ പറ്റുമോ? ഹൃദയം മുറിയുന്നത് പോലെ തോന്നുക. അവളോട് ചെയ്തു കൂട്ടിയ ഓരോ പ്രവൃത്തിക്കും മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ച് നീറുവാ ഞാനിപ്പോൾ. അവൾ നഷ്ടപ്പെട്ടപ്പോഴാണ് അവൾ എനിക്ക് മാണിക്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. അവൾക്കൊന്നും സംഭവിക്കില്ല ഏട്ടാ. ഈ ഗതികെട്ടവൻ്റെ പ്രാർത്ഥന അവൾക്കൊപ്പം ഉണ്ട്. ഈ വിവരം അമ്മ അറിയണ്ട. അവളോട് ചെയ്തു കൂട്ടിയ പാപങ്ങളോർത്ത് ഉരുകി ജീവിക്കുക ഇപ്പോൾ. ഇതുകൂടി കേൾക്കുമ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അമ്മയെ വീട്ടിലാക്കിയിട്ട് ഞാൻ വരാം. എനിക്ക് ദൂരെ നിന്നെങ്കിലും അവളെ ഒന്ന് കണ്ടാൽ മതി. അവൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ളതായിരുന്നു ആ വാക്കുകളെന്ന് ആദിക്ക് മനസ്സിലായി. അരുണി, എന്താ മോളെ ഇതുവരെ ആരും വിളിക്കാത്തേ? എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? ഇനി ഞാൻ കാത്തു നിൽക്കില്ല, ഞാൻ നേരെ അങ്ങ് പോവും. സുധ സങ്കടം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ സമാധാനിപ്പിക്കാനാവാതെ അരുണിയിരുന്നു. അവിടെ എല്ലാവർക്കും കൂടി നിൽക്കാൻ പറ്റില്ല സുധേ, അവർ വിളിക്കും, നീ സമാധാനപ്പെട്. ശങ്കരൻ അവരെ സമാധാനിപ്പിച്ചെങ്കിലും മകളെയോർത്ത് ആ ഹൃദയവും വേദനിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഞാൻ സമാധാനിക്കും? നിങ്ങൾ ഈ കുഞ്ഞിനെ കണ്ടോ? അവളെ കാണാതെ കരഞ്ഞു തളർന്നുറങ്ങുന്നത്. അമ്മേ, വിധുവേട്ടൻ പറഞ്ഞതല്ലേ അവിടെ അധികം പേരെ അനുവദിക്കില്ലെന്ന്. വാർഡിലേക്ക് മാറ്റും പോവാം, അമ്മ ടെൻഷൻ അടിക്കാതെ. അരുണി ഒരു വിധത്തിൽ സുധയെ സമാധാനിപ്പിച്ചു. മധുരിമ വിച്ചുവിന് വേണ്ടി അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. വിസ്മയുടെ ബൈസ്റ്റാൻഡറിനെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. നേഴ്സ് പുറത്തിറങ്ങി വന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോയി. ശ്രീ ഡോക്ടറിനെ കാണാൻ പോയിരുന്നു. വിസ്മയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. ശരീരത്തിലെ വിഷം പൂർണ്ണമായും പോയിട്ടില്ല. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ കുറച്ച് വേരിയേഷൻസ് കാണുന്നുണ്ട്. അതൊന്ന് നോർമലായിട്ട് ICUവിൽ നിന്ന് മാറ്റും. തൽക്കാലം പേടിക്കാനൊന്നുമില്ല. പിന്നെ ലാബ് റിപ്പോർട്ടിൽ കടിച്ചത് ശംഖുവരയനാണ്. അതുകൊണ്ടാണ് അധികം പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ടത്. പേടിക്കാനൊന്നുമില്ല. വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. ശ്രീയുടെ മനസ്സിലിനെ നീറ്റലിന് ഡോക്ടറിൻ്റെ വാക്കുകൾ ആശ്വാസം പകർന്നിരുന്നു. 1 ദിവസം കൂടി ICUവിൽ തന്നെയായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. കൂടെ ഒരു ലേഡി ബൈസ്റ്റാൻഡർ ആവശ്യമുള്ളതിനാൽ വിധു സുധയെ വിളിച്ചു പറഞ്ഞു. ഫുഡൊന്നും തൽക്കാലം കൊടുക്കേണ്ടെന്നും വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യേണ്ടെന്നും ഡോക്ടർ കർശനമായി പറഞ്ഞിരുന്നു. വൈകിട്ട് മേലൊക്കെ തുടച്ച് ഡ്രസ്സ് മാറ്റി കൊടുക്കാമെന്നും പറഞ്ഞു. ആദ്യം വരുമ്പോൾ പിന്നാലെ വരുന്നയാളെ കണ്ട് വിധു അമർഷത്തോടെ നോക്കി. ചുവരിൽ ചാരി കണ്ണടച്ചിരുന്ന ശ്രീ അവനെ കണ്ടിരുന്നില്ല. വിധു, തൽക്കാലം നീയൊന്നും പറയണ്ട, അവൻ പ്രശ്നത്തിനൊന്നും വന്നതല്ല, അമ്മയെ കാണിക്കാൻ വന്നപ്പോൾ അറിഞ്ഞതാ. ആദി വിധുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വിധു അമർഷം ഉള്ളിലൊതുക്കി കസേരയിൽ പോയിരുന്നു. ശ്രീ കണ്ണു തുറന്നു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആദർശിനെ പകപ്പോടെ നോക്കി. ആദർശ് അവനെ നോക്കി കാണുകയായിരുന്നു. ഉറക്കമൊഴിഞ്ഞു ക്ഷീണിച്ച് കരുവാളിച്ച മുഖം. ഞാൻ ഒന്നിനും വന്നതല്ല, അവളെ ഒന്ന് കാണാൻ, അത്രയും മതി. കേട്ടപ്പോൾ നെഞ്ചു പിടച്ചുപോയി. ആദ്യേട്ടാ, വിസിറ്റേഴ്സിനെ അനുവദിക്കില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് പോലും കാണാൻ പറ്റിയില്ല. വിധുവായിരുന്നു അത് പറഞ്ഞത്. ആദ്യം സ്ത്രീയെ ഒന്ന് നോക്കി. ഏട്ടൻ പറഞ്ഞത് സത്യമോ? അവൾക്ക് ബോധം വന്നു, പക്ഷെ പൂർണ്ണമായും വിഷം പോയിട്ടില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. വൈകിട്ട് ചിലപ്പോൾ വാർഡിലേക്ക് മാറ്റും, അല്ലെങ്കിൽ നാളെ. ശ്രീ പറഞ്ഞപ്പോൾ ആദർശ് നിരാശനായി ആദിയെ നോക്കി. വാർഡിലേക്ക് മാറ്റുമ്പോൾ അറിയിക്കാം.
അപ്പോൾ കാണാമായിരിക്കും. ശ്രീ അവനെ നോക്കി പറഞ്ഞു. ആദർശ് എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് തിരികെ നടന്നു. വിധു അവൻ പോയതും ആദിയെ ദേഷ്യത്തിൽ നോക്കി. അയാളെ എന്തിനാദ്യമായിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത്? ഞാൻ വിളിച്ചുകൊണ്ട് വന്നതല്ലടാ, എൻ്റെ വായിൽ നിന്ന് വീണു പോയതാ, അവൻ ദയനീയമായി ചോദിച്ചപ്പോൾ മറുത്തു പറയാൻ തോന്നിയില്ല. ആദി വല്ലായ്മയോടെ വിധുവിനെ നോക്കി. അയാളെ കാണുന്തോറും എനിക്കങ്ങ് പെരുത്ത് കയറും. അവളോട് ചെയ്തതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ സ്നേഹവും സഹതാപവും ഒന്നും എൻ്റെ അനിയത്തിക്ക് വേണ്ട. വിധു തീർത്തു പറഞ്ഞപ്പോൾ ശ്രീ വിധുവിനെ നോക്കി. എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും അവൾ ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുന്നത് അറിഞ്ഞിട്ട് വന്നല്ലോ ഏട്ടാ. അവളോട് ചെയ്ത തെറ്റിന് ഇന്നും പശ്ചാത്തപിക്കുന്ന എനിക്ക് ആദർശിൻ്റെ അവസ്ഥ മനസ്സിലാകും. ശ്രീ കൂടി പറഞ്ഞപ്പോൾ വിധു ഒന്നും പിന്നീട് പറഞ്ഞില്ല. ബ്ലഡ് റിപ്പോർട്ട് നോർമലായി തുടങ്ങിയപ്പോൾ പിറ്റേന്ന് രാവിലെ വിച്ചുവിനെ വാർഡിലേക്ക് മാറ്റി. വാർഡിലെ തിക്കും തിരക്കും ബഹളവും അവളെ ആകെ അസ്വസ്ഥതയാക്കുന്നുണ്ടായിരുന്നു. തിങ്ങി നിറഞ്ഞ ബെഡുകൾ, കാലുകൾ മുറിച്ചു മാറ്റപ്പെട്ട ആൾക്കാർ, മരണത്തെ ഏതു നേരവും മുന്നിൽ കണ്ടു കിടക്കുന്ന ചില മാംസപിണ്ഡങ്ങളായ മനുഷ്യർ, ഒച്ചയും ബഹളവും. എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനൊരവസ്ഥ താൻ നേരിട്ടിട്ടില്ല. വീട്ടിലേക്ക് പോകാൻ അവൾ വാശി കാണിച്ചു തുടങ്ങി. ഒടുവിൽ 2-ാം ദിവസം റിപ്പോർട്ടുകളെല്ലാം നോർമലായപ്പോൾ നന്നായി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഡിസ്ചാർജ് നൽകി. രാവിലെ ഡിസ്ചാർജ് ആയിട്ടും വൈകിട്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായി അവൻ വീട്ടിലേക്ക് പോയത്. ചന്ദ്രോത്തേക്കായിരുന്നു വിച്ചുവിനെ കൊണ്ടുപോയത്. ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് വാർഡിൽ മാറ്റിയപ്പോൾ ആദർശ് വിച്ചുവിനെ വന്ന് കണ്ടിരുന്നു. ഉറക്കം മുറിഞ്ഞ് കണ്ണുകൾ ചെറുതായി തുറന്നു തുടങ്ങിയ വിച്ചു അവനെ കണ്ട് പകപ്പോടെ നോക്കിപ്പോയി. എല്ലാം വേഗം ഭേദമാകുമെന്നും പ്രാർത്ഥിക്കാമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ആദർശ് യാത്ര പറഞ്ഞു പോയി. അവൻ്റെ മാറ്റം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വീടിൻ്റെ ഉമ്മറത്തു തന്നെ അരുണയുടെ മടിയിൽ നിന്നുകൊണ്ട് വിച്ചുവിനെ കാത്തിരിപ്പായിരുന്നു ആരൂട്ടൻ. ശ്രീയുടെ കാർ മുറ്റത്ത് വന്നപ്പോൾ ആരൂട്ടൻ കണ്ണുകൾ വിടർത്തി നോക്കി. ആദ്യം വിധവും സാധനങ്ങളെടുത്ത് പുറത്തു വെച്ചു. സുധ വിച്ചുവിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ആരൂട്ടൻ ഓടി വന്ന് അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. ആദ്യം സന്തോഷം കാണിച്ചെങ്കിലും പിന്നീട് അവൻ വിതുമ്പിക്കൊണ്ട് അവളെ നോക്കി. അമ്മയുടെ പൊന്നോ. വിച്ചു അവനെ വാരിയെടുത്ത് മുത്തങ്ങൾ നൽകി. നന്നായി ക്ഷീണിച്ചിരുന്ന അവൾക്ക് അവനെ എടുത്തപ്പോൾ ചെറുതായി വേച്ചു പോയിരുന്നു. വിച്ചു സൂക്ഷിച്ച്, മോനെ താഴെ നിർത്തിയേ, നിനക്കൊന്നാമതേ വയ്യ. ശ്രീ അവനെ വന്നെടുത്തുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ആദ്യം പോയി കുളിക്കിട്ട് കിടക്കും മോളെ, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, നന്നായി റെസ്റ്റ് എടുക്കണമെന്ന്. സുധ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അമ്മേ. മധുരിമയെ കണ്ട് അവൾ ചിരിയോടെ നോക്കി. മധുരിമ അവളുടെ കവളിൽ തലോടി. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്, പോയി കിടക്കും മോളെ, കോലം കെട്ടു, മധുരിമ അവളോട് പറഞ്ഞു. ൊക്കെ കഴിഞ്ഞ് കിടന്ന വിച്ചു നന്നായി ഉറങ്ങി. ആരൂട്ടനെ അരുണെ അവളുടെ അരികിലേക്ക് ഇരുത്തി. അവളെ ശല്യം ചെയ്യാതെ ബുദ്ധിമുട്ടിക്കാതെ അവൻ അവളോട് ചേർന്ന് കിടന്ന് നന്നായി ഉറങ്ങുന്നത് കണ്ട് അരുണി അതിശയത്തോടെ നോക്കി. അവന് അവളുടെ ചൂട് തട്ടിയാൽ മതി. ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഒരു നിർവചനം കൊടുക്കാൻ പറ്റില്ല. മോളെ, ഉറങ്ങുന്നവരെ നോക്കി മധുരിമ അരുണയോട് പറഞ്ഞു. ഹാളിലേക്ക് വന്നപ്പോൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ടെന്ന് മധുരിമ പറഞ്ഞു. എന്താ അമ്മേ? ഗൗരവമുള്ള എന്തോ കാര്യമാണല്ലോ. കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് ശ്രീ. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ അത് കേട്ടിട്ട് ഒരു തീരുമാനം പറയേണ്ടത് നിങ്ങളെല്ലാവരുമാണ്. മധുരിമ പറയുന്നത് കേട്ട് അവർ അവരെ നോക്കി. ഇന്നത്തെ കാലത്ത് നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ഇതിലൊക്കെ വിശ്വാസമില്ലെന്നറിയാം. എങ്കിലും ഞാനിത് പറയുമ്പോൾ അതിനെ നിസ്സാരമായി തള്ളിക്കളയരുത്. മധുരിമ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്കായി. എന്താ അമ്മേ, കാര്യം തെളിച്ചു പറ. ഞാൻ ഇന്നലെ ക്ഷേത്രത്തിൽ പോയപ്പോൾ നാരായണൻ പോറ്റിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. വിച്ചുവിനിപ്പോൾ സംഭവിച്ചത് സർപ്പകോപമാണെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ നമ്മുടെ വീടിൻ്റെ മേലുള്ള ശാപമാണ് അതെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. ശാപമോ? എന്ത് ശാപം? മോക്ഷം ലഭിക്കാത്ത ഏതൊക്കെയോ ആത്മാക്കൾ ഇപ്പോഴും നമ്മുടെ കുടുംബത്തിലുണ്ട്. സുമംഗലികളായ പെൺകുട്ടികൾക്ക് മൃത്യു വരെ സംഭവിക്കാവുന്ന ദോഷവും ഉണ്ടത്രേ. ഞാൻ ആദ്യമൊന്നും അത് കാര്യമാക്കിയില്ല. പിന്നീട് ചിന്തിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. 1.5 വർഷമേ സ്വാതിക്ക് നമ്മുടെ വീട്ടിൽ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. വിച്ചുവിനെ ഒരിക്കൽ പോലും നമ്മുടെ പറമ്പിൽ കണ്ടിട്ടില്ലാത്ത പാമ്പ് കൊത്തി. പെൺകുട്ടികൾക്ക് അകാല മൃത്യുവാണ് ശാപമെന്ന്. സുധ നെഞ്ചിൽ കൈവച്ച് മധുരിമയെ പകപ്പോടെ നോക്കി. വിഡ്ഢിത്തം പറയാതമ്മേ, ഒരു ദോഷവുമില്ല. എങ്കിൽ പിന്നെ അമ്മ എവിടെയല്ലേ താമസിക്കുന്നത്? മാത്രവുമല്ല, സ്വാതിക്ക് വന്നത് പനിയാണ്. പനി വന്ന ആൾക്കാർ മരിക്കുന്നില്ലേ? എത്രയോ പേരെ പാമ്പ് കൊത്തുന്നു. അതെല്ലാം ശാപമാണോ? ശ്രീ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ മധുരിമ അവനെ ദേഷ്യത്തിൽ നോക്കി. ഞങ്ങളൊക്കെ പണ്ട് കാലത്തുള്ളവരാ. ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് കരുതി നടന്ന കാര്യങ്ങളൊന്നും സത്യമാവാതെ വരില്ലല്ലോ. മാത്രമല്ല, ആ മണ്ണിൽ സ്വാതിയുടെ ആത്മാവുള്ളിടത്തോളം അവൾ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല.
അവളുടെ സാന്നിധ്യം ഉള്ളിടത്ത് നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. എത്രയും പെട്ടെന്ന് വീട് മാറണം. ഇതാ എൻ്റെ തീരുമാനം. അവളുടെ ഇഷ്ടക്കേട് നീ കണ്ടിട്ടില്ലായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. വിച്ചു അസ്ഥിത്തറയിൽ വയ്ക്കുന്ന വിളക്ക് ഒരിക്കൽ പോലും പൂർണ്ണമായും കത്തിയിട്ടില്ല. വിച്ചു തെളിയിക്കുന്ന വിളക്ക് അണഞ്ഞു പോകാറുണ്ട്. ഇതിനൊക്കെ എന്തമ്മേ ഞാൻ പറയേണ്ടത്? അന്ധവിശ്വാസമാകാം, പക്ഷെ അതിൽ വിടരുത്. കാറ്റിൽ വിളക്കണയുന്നത് സ്വാധീനമായി എന്താ ബന്ധം? പിന്നെ അവൾ അന്യൊന്നുമല്ലല്ലോ. ഞാൻ ആദ്യം താലി കെട്ടിയ പെണ്ണല്ലേ, എൻ്റെ ആരുട്ടൻ്റെ അമ്മ. അവൾ ഉറങ്ങേണ്ടതും ഞാനും മോനും ഉള്ളിടത്തല്ലേ. അവൾ മാത്രമല്ലല്ലോ, അച്ഛനും ആ മണ്ണിലല്ലേ ഉറങ്ങുന്നത്. ആരുട്ടൻ നാളെ വലുതായി കഴിഞ്ഞ് കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അവനെ എന്നേക്കുമായി അവളിൽ നിന്നും അകറ്റുന്നത് ശരിയല്ലല്ലോ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവിടുന്ന് മാറുന്നില്ല. പിന്നെ വിച്ചുവിന് ഇനി അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് മാറാം. സ്ത്രീ കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് പോയി. ഓരോ അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ടാണ് ഞാൻ, അല്ലാതെ സ്വാതിയെ വെറുത്തിട്ടല്ല. മധുരിമ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വിധു മധുരിമയുടെ അടുത്തേക്ക് വന്നു. ആൻറ്റി, സ്വാതിയെ വേദനിപ്പിക്കാനോ മറക്കാനോ സ്ത്രീക്ക് കഴിയില്ല. ആ മണ്ണ് വിട്ട് മറ്റെവിടെയും അവൻ പോവുകയില്ല. അവന് വിച്ചുവിനെ ഇഷ്ടമാണ്, ജീവനാണ്. പക്ഷേ അവൾക്ക് വേണ്ടി പോലും സ്വാതിയെ മറക്കാൻ അവൻ കഴിയില്ല. കാരണം അവരുടെ സ്നേഹത്തിൻ്റെ താലി, പവിത്ര ബന്ധത്തിൻ്റെ അംശം ഇന്നും അവൻ്റെ ഒപ്പമുണ്ട്. ഇടയ്ക്ക് സ്വാതി വിച്ചുവിനോട് ആവശ്യപ്പെട്ട കാര്യമൊക്കെ അറിഞ്ഞ് സ്വാതിയുടെ അവന് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആവിയായിപ്പോയി. കാരണം തെറ്റ് ചെയ്തതും വിച്ചുവിനെ ഉപേക്ഷിച്ചതും അവനും കൂടിയാണ്. സ്വാതി മാത്രമല്ല, അവനും വിച്ചുവിനോട് തെറ്റ് തന്നെയാണ് കാണിച്ചത്. ആ തിരിച്ചറിവ് ഇന്ന് സ്ത്രീക്കുണ്ട്. പരിഹാരകർമ്മങ്ങൾ ചെയ്തോളൂ ആൻറ്റി. വിച്ചു അവിടെ തന്നെ ജീവിക്കും. സ്ത്രീ പറഞ്ഞതുപോലെ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ അന്നേരം മാറി താമസിക്കുന്നത് ചിന്തിക്കാം. വിധു അത്രയും പറഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. പക്ഷെ സുധയുടെ മനസ്സുകളിൽ മധുരിമ പറഞ്ഞ കാര്യങ്ങൾ കനലുകൾ പോലെ നേറി തുടങ്ങിയിരുന്നു. വിധു കണ്ണുകൾക്ക് മേലെ കൈവച്ച് ആലോചിച്ചു കിടന്നപ്പോഴാണ് അരുണി അവൻ്റെ അടുത്ത് വന്നിരുന്നത്. വിധു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവളുടെ മുഖം വാടിയിരുന്നു. അവനോട് എന്തൊക്കെയോ പറയണം എന്നുള്ളതുപോലെ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏട്ടൻ എങ്ങനെ മനസ്സിലായി? നിന്നെ കുറച്ചു കാലമായി കാണുന്നതല്ലേ. ഇത്രയും തകർന്ന് നിന്നെ കണ്ടിട്ടില്ല. മറ്റെന്തൊക്കെയോ ചിന്ത നിന്നെ അലട്ടുന്നുണ്ടല്ലോ. വിധു അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. അരുണി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. വിച്ചുവിനെ സ്ത്രീക്ക് കൊടുത്തത് തെറ്റായിപ്പോയോ ഏട്ടാ? വിധു സംശയത്തോടെ അവളെ നോക്കി. അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? ഒരിക്കലും ഉപേക്ഷിച്ചത് അത് പ്രണയമായാലും മറ്റെന്താണെങ്കിലും വീണ്ടും കൂട്ടിച്ചേർക്കരുതായിരുന്നു അല്ലേ? സ്ത്രീക്ക് വിച്ചുവിനോട് സ്നേഹമില്ലെന്നൊരു തോന്നൽ. മുൻപെങ്ങോ അവളോട് ചെയ്തു പോയ തെറ്റിനുള്ള കുറ്റബോധം മാത്രമാണ് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും. സ്വാതിയം എന്നെങ്കിലും മോനിൽ നിന്ന് അകലുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവൾ അവനോട് സ്വാതി അമ്മയെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇന്നത്തെ സ്ത്രീയുടെ വർത്തമാനത്തിൽ സ്ത്രീയോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറിപ്പോയേട്ടാ. ആ വീടും അന്തരീക്ഷവും വിച്ചുവിനെ ഒരുപാട് ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അവകാശമില്ലാത്തടത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന പോലെ അവൾക്ക്. സ്ത്രീ അവളുടെ പ്രണയമായിരുന്നെങ്കിലും സ്വാതി ഇന്നും അവർക്കിടയിൽ ഒരു കല്ലുകടിയാണ്. പരസ്പരം പ്രണയിച്ചവരിൽ ആത്മാർത്ഥത വിച്ചുവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരുണി കണ്ണു തുടച്ചു പറയുമ്പോൾ കേട്ട കാര്യങ്ങളിൽ വിധു പകച്ചിരുന്നു പോയി. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. ഹോസ്പിറ്റലിൽ സ്ത്രീ എന്തുമാത്രം തകർന്നിരുന്നുവെന്ന് നേരിട്ട് കണ്ടതല്ലേ ഞാൻ. അവൻ അവളെ ഇഷ്ടമാണ്. പലപ്പോഴും വിച്ചു അവനെ അവഗണിക്കുന്നുവെന്നും അവളെന്താ തന്നെ മനസ്സിലാക്കാത്തതെന്നും മോനോട് മാത്രമാണ് അവൾക്ക് സ്നേഹവും താല്പര്യവുമെന്ന് എത്രയോ തവണ എന്നോടവൻ പരാതി പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയായിരിക്കാം ഏട്ടാ, പക്ഷേ സ്ത്രീയുടെ ഈ തണുപ്പം മട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആൻറ്റിക്ക് വിച്ചുവിനെ ഓർത്ത് നല്ല ആധിയുണ്ട്. അവളുടെ ചിത്രങ്ങൾ നിറയിരിക്കുന്ന സ്ത്രീയുടെ മുറിയിൽ ഇപ്പോഴും വിച്ചുവിൻ്റെ ഫോട്ടോ സ്ഥാനം പിടിച്ചിട്ടില്ല. അതറിയോ ഏട്ടന്? വിധു ഞെട്ടി അവളെ നോക്കി. അതുമാത്രമല്ല, വിവാഹ ഫോട്ടോ പോലും ആ വീടിനുള്ളിൽ ഒരിടത്തും വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ സ്ത്രീ കാണിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ഇപ്പോഴും സ്വാതിയുടെ കൂടെയല്ലേ? സ്വാതി അവൻ്റെ പാസ്റ്റാണ്, വിച്ചു പ്രസൻറ്റ്. കഴിഞ്ഞ കാലത്തിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം? കൂടെയുള്ളവളെയല്ലേ പരിഗണിക്കേണ്ടത്. വിച്ചുവായിട്ടൊന്നും അവനോട് പറയില്ല, അവനായിട്ടൊന്നും ചെയ്യുകയില്ല. ഞാൻ ഒരു കാര്യം തുറന്നു പറയാട്ടാ. ആ വീട്ടിലേക്ക് നീ വിച്ചുവിനെ പറഞ്ഞു വിടരുത്. സ്വാതിയുടെ ഓർമ്മകളുള്ളിടത്ത് വിച്ചുവിനോടൊപ്പം ജീവിക്കാൻ സ്ത്രീ മറന്നുപോകും. അവനോട് എന്നും അകലം സൂക്ഷിച്ച് അവളും ജീവിക്കും. ഒരു ജീവിതം പരാജയപ്പെട്ടവളാണ്. വീണ്ടും കണ്ണുനീരും അകൽച്ചയും വേദനയുമാണ് അവൾക്ക് ലഭിക്കേണ്ടത്. സ്ത്രീയെ തന്നെ അവൾക്ക് കിട്ടട്ടെ എന്ന് കരുതിയത് ഒരിക്കൽ പ്രണയിച്ചവരല്ലേ. അവനല്ലാതെ ഇനി ആർക്കും അവളെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല എന്ന വിശ്വാസത്തിലായിരുന്നു. കാലം അത് തെറ്റാണെന്ന് തെളിയിച്ചാൽ അവളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്. നിങ്ങളാരും അത് മുഖവിലക്കെടുക്കാതെ പോകരുത്. മറ്റൊരു വീട്ടിൽ പുതിയൊരു അന്തരീക്ഷത്തിൽ അവർ ജീവിച്ചോട്ടെ. അവിടെ സ്വാതിയോ
അവളുടെ ഓർമ്മകളോ വേണ്ട? വേണമെന്നാണ് ശ്രീ തീരുമാനിക്കുന്നതെങ്കിൽ വീണ്ടും ഞാൻ പഴയ അരുണിയാകും വിധുവേട്ടാ. എൻ്റെ വിച്ചുവിനു മാത്രം ശബ്ദമുയർത്തുന്ന അവളുടെ കൂട്ടുകാരി അരുണി. അപ്പോൾ ഞാൻ അവളുടെ ഏട്ടത്തിയായിരിക്കില്ല. 5ാം ക്ലാസ് മുതൽ ഒന്നിച്ച് കളിച്ചു വരുന്ന അവളുടെ കൂടപ്പുറപ്പ് തന്നെയായിരിക്കും ഞാൻ. ആർക്ക് മുറിവേറ്റാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. അവൻ്റെ മുഖത്ത് നോക്കി ഉറപ്പോടെ പറയുമ്പോൾ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വിധു അവളെ നെഞ്ചോട് ചേർത്ത് അവളെ ആശ്വസിപ്പിച്ചു. അവൻ്റെ മനസ്സ് നിറയെ അവൾ പറഞ്ഞ വാക്കുകളായിരുന്നു. ഒരു വശത്ത് സ്ത്രീയുടെ വിച്ചുവിനോടുള്ള പെരുമാറ്റവും മറുവശത്ത് അരുണി പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു. ആരെ തള്ളണം ആരെ കൊള്ളണമെന്നറിയാതെ അവൻ്റെ ചിന്തകൾ അലഞ്ഞിരുന്നു. ഒടുവിൽ അരുണിയുടെ വാക്കുകൾ തന്നെ അവൻ മനസ്സിൽ ഉറപ്പിച്ചു. വീണ്ടും തൻ്റെ അനിയത്തിയുടെ കണ്ണുനീർ വീഴാതിരിക്കാൻ അവൻ ചിലതൊക്കെ തീരുമാനിച്ചു. കരയെ തൊട്ടുപോകുന്ന തിരമാലകളെ നോക്കി വിദൂരതയിലേക്ക് വിധു നോക്കി നിന്നു. അവൻ്റെ തൊട്ടടുത്തായി ശ്രീയും. ഏറെ നേരമായിട്ടും മൗനം തുടർന്നപ്പോൾ ശ്രീ തന്നെ അവനോട് കാര്യം ചോദിച്ചു. ഏട്ടനെന്താ പറയാനുള്ളത്? കുറച്ചു സമയമായില്ലേ ഇവിടെ? വിധു അവനെ നോക്കി. പറയാൻ ഏറെയുണ്ട് ശ്രീ, പക്ഷേ എനിക്കറിയേണ്ട ഉത്തരം ഒന്നു മാത്രം. അതിന് നീ സത്യസന്ധമായി മറുപടി തരുമോ? ഏട്ടൻ എന്താ അറിയേണ്ടത്? ഞാൻ പറയാം. സ്വാതിക്ക് മുകളിലാണോ അതോ കുറ്റബോധം കൊണ്ടുണ്ടായ സഹതാപമാണോ നിനക്ക് വിച്ചുവിനോട്? ശ്രീ പകപ്പോടെ വിധുവിനെ നോക്കി. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഒരേട്ടൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ അവൾക്ക് അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ്. അവളുടെ ഉള്ളൊന്ന് പൊള്ളിയാൽ എനിക്ക് നീറും ശ്രീ. പലപ്പോഴും നിനക്കുള്ളത് അവളോടുള്ള കുറ്റബോധവും സഹതാപവും മാത്രമാണെന്നൊരു തോന്നലുണ്ട്. അവളെ നീ ഇന്ന് സ്വാതിക്ക് മുകളിൽ സ്നേഹിക്കുന്നില്ല, സത്യമല്ലേ? ശ്രീ ഉത്തരമില്ലാതെ വിധുവിനെ നോക്കി. അവൻ്റെ മൗനം വിധുവിനെ അരുണി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ചു. ഏട്ടനോട് ഞാൻ എന്താ പറയേണ്ടത്? കുറച്ചു ദിവസമായി അരുണിക്ക് എന്നോട് നീരസമുള്ളതായി തോന്നി. ഇതായിരുന്നു കാരണം അല്ലേ? എനിക്ക് കിട്ടേണ്ടത് കൃത്യമായ ഒരു ഉത്തരമാണ് ശ്രീ. സ്വാതിയെ മറന്ന് വിച്ചുവിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാണ്. പക്ഷേ അവളായിട്ട് തന്നെ എന്നോട് അകൽച്ച കാണിച്ചു. അതിനിടയ്ക്ക് ബന്ധുക്കളുടെ പരിഹാസവും സ്വാതിയുടെ വീട്ടുകാർ ഞാൻ അവളെ കൊന്നെന്നും കാമുകിയെ കെട്ടാൻ വേണ്ടി സ്വാതിയെ കൊന്നെന്നും പറഞ്ഞപ്പോൾ ഞാൻ തകർന്നുപോയി. സ്വാതിയെ അടക്കം ചെയ്തിടം വിട്ടുപോയാൽ ഇനിയും കുത്തുവാക്കുകളും പരിഹാസവും ഞാൻ കേൾക്കേണ്ടി വരും. ഏട്ടനറിയോ, ഓരോ തവണയും മോനോട് ഞാനല്ല ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വിച്ചു സ്വാതിയുടെ ഫോട്ടോ കാട്ടി മോനോട് പറഞ്ഞു കൊടുക്കും. മോൻ മാത്രമാണ് നമ്മൾക്കിടയിലുള്ള ബന്ധമെന്നും മനസ്സ് മാറുന്നവരെ എന്നെ ഭർത്താവായി കാണാൻ കഴിയില്ലെന്നും വിച്ചു എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഏട്ടൻ പറഞ്ഞു തരുമോ? ശ്രീ വിതുമ്പിപ്പോയപ്പോൾ വിധു വല്ലായ്മയോടെ നോക്കി. ശ്രീ, നിനക്ക് അവളെ ഭാര്യയെ കാണാൻ കഴിയുമെങ്കിൽ, ഒരുമിച്ച് പഴയ പ്രണയത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാമോ? ഏട്ടാ, അത് നിനക്ക് നിൻ്റെ വിഷമങ്ങളും വേദനയും മനസ്സിലായില്ലേ? അതുപോലെ വിച്ചുവിൻ്റെ മനസ്സ് എന്തെങ്കിലും കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രീ കണ്ണുകൾ ചുരുക്കി ശ്രീയെ നോക്കി. സ്വാതിയുടെ ഓർമ്മകളുള്ള ആ വീട് ഓരോ നിമിഷവും അവളെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. സ്വാതിയുടെ സ്ഥാനം തട്ടിയെടുത്തെന്ന് തോന്നൽ. അതുകൊണ്ടാണ് മോനെപ്പോലും അവൾ സ്വാതി അവൻ്റെ അമ്മയെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത്. പലപ്പോഴും അവളുടെ മുന്നിൽ സ്വാതിയെക്കുറിച്ച് നീ വാചാലനാവുന്നതും ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല.